ഇക്കഴിഞ്ഞ മെയ് 11-ന് രാജ്യം ഉറ്റുനോക്കിയ ഒരു ജനകീയ പ്രതിരോധ സമരം 1000 ദിവസം പിന്നിടുകയുണ്ടായി. കൂടംകുളത്ത് ആണവ നിലയത്തിനെതിരെ SP ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗാന്ധിയൻ രീതിയിലുള്ള ജനകീയ സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താകും ആണവ നിലയങ്ങൾക്കെതിരായി നടക്കുന്ന ഈ ജനകീയ പ്രതിരോധത്തിന്റെ ഭാവി? SP ഉദയകുമാർ ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ സംസാരിക്കുന്നു. മിസ്റ്റർ ഉദയകുമാർ, വെൽക്കം. താങ്ക് യു. വളരെ വലിയ ജനകീയ പ്രതിരോധമാണ് കൂടംകുളത്തെ ആണവ നിലയത്തിനെതിരെ നിങ്ങളുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടത്. പക്ഷേ ആണവ നിലയം പ്രവർത്തനം തുടങ്ങി, അത് 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ഉദയകുമാർ നേതൃത്വം കൊടുത്ത സമരം ഫലത്തിൽ പരാജയപ്പെടുകയായിരുന്നില്ലേ? 1000 മെഗാവാട്ട് ഉற்பത്തി തുടങ്ങിയെന്ന് പറയുന്നു. 1000 അല്ല, 1011 മെഗാവാട്ട്. ഈ കൗണ്ടർ 1011 എന്ന് പറയുന്ന കൗണ്ടറിൻ്റെ താഴെ നിന്ന് കൂടംകുളം ഡയറക്ടർ മിസ്റ്റർ RS സുന്ദർ കറസ്പോണ്ടൻസൊക്കെ കണ്ടു, പത്രക്കാരൊക്കെ കണ്ടു. അവിടെ 1011 മെഗാവാട്ട് ഉற்பത്തി തുടങ്ങിയെന്ന് പറഞ്ഞു. അത് എങ്ങനെയെന്ന് എനിക്കറിയില്ല, കാരണം കപ്പാസിറ്റി തന്നെ 1000 മെഗാവാട്ടാണ്. ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിലുള്ള ആണവ നിലയങ്ങളിൽ കപ്പാസിറ്റി ഫാക്ടർ 40% ഉള്ളൂ. 100 മെഗാവാട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ആക്ച്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെറും 40 മെഗാവാട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു സീനിയർ സയൻറ്റിസ്റ്റ് മിസ്റ്റർ ബാലു എന്നുള്ള ഒരാളോട് ഒരു TV ഡിബേറ്റ് നടന്നപ്പോൾ പുള്ളി പറഞ്ഞു 40% അല്ല 70% ആണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ കൂടംകുളത്തിൽ 700 മെഗാവാട്ട് ഉற்பത്തി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇവർ 1000 മാത്രമല്ല 1011 മെഗാവാട്ട് ഉற்பത്തി നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അവിടെ വേറെ ചില വിഷയങ്ങളുണ്ട്. ഒരുപാട് കഴിഞ്ഞ 2013 വർഷം 26 കോടി രൂപയ്ക്ക് ഡീസൽ മേടിച്ചിരിക്കുന്നു, ഹൈ സ്പീഡ് ഡീസൽ. കഴിഞ്ഞ വർഷം നവംബർ മാസം മാത്രം 4.1 crore രൂപയുടെ ഹൈ സ്പീഡ് ഡീസൽ മേടിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ RTIയിൽ എഴുതി ചോദിച്ചു, നിങ്ങളുടെ എത്ര ജനറേറ്റേഴ്സ് അവിടെ ഉണ്ട്, അതിൻ്റെ ആവശ്യം എത്ര ലിറ്റർ ഡീസൽ, നിങ്ങളുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്, ഇത്ര ഡീസൽ മേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ RTIയിൽ ഈ വിഷയത്തിന് നമ്മൾ മറുപടി തരാൻ പറ്റത്തില്ല, ഇത് നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് മറുപടി തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു ആണവ നിലയം എത്ര ഡീസൽ മേടിക്കുന്നത് പറയുന്നത് എങ്ങനെ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് ആണവ നിലയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഉദയകുമാർ പറഞ്ഞു വരുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ജനകീയ സമരം പ്രതിരോധ രീതി ഇപ്പോഴും ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? കാരണം നിങ്ങളുടെ സമരം ഒരു പരാജയമായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം ആണവ നിലയം ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്നതായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം. പക്ഷേ ഇപ്പോൾ ആണവ നിലയം പ്രവർത്തിക്കുന്നുണ്ട് എന്നവർ അവകാശപ്പെടുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സമരത്തെ മറികടന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ സമരം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇടിന്തക്കരയിൽ ഈ റിലേ ഫാസ്റ്റ് ദിവസം ഡെയിലി നടക്കുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകൾ നടത്തുകയാണ്. എന്നെപ്പോലുള്ളവർ പുറത്തു പോയി ഒരുപാട് ആൾക്കാർ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇടിന്തക്കരയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന സമരം ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നടക്കുകയാണ്. ഞാൻ ഇന്ന് കേരളത്തിലിരിക്കുന്നു, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലായിരുന്നു. ഒരുപാട് സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ്സ്, യൂത്ത് ഗ്രൂപ്പ്സ്, വിമൻസ് ഗ്രൂപ്പ്സ് ഒക്കെ ഒരുപാട് ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ വിഷയം കൂടംകുളം വിഷയം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി സംബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പോളിസി മേക്കേഴ്സ്, ഡിസിഷൻ മേക്കേഴ്സ്, യൂത്ത് എന്ന് എല്ലാ തരത്തിലുള്ള ആൾക്കാരോടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ സമരം തുടർന്നത് മാത്രമല്ല, വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങളുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെയാണ് തുടരാൻ പോകുന്നു. കാരണം ഇത് ഒരു ചെറിയ ഒരു സ്ഥലത്ത് നടക്കുന്ന സമരം മാത്രമല്ല, ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി മാറ്റാനായിട്ട് നടത്തുന്ന സമരമാണ്. അങ്ങനെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഇന്ത്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താൻ BJP സർക്കാരിന് അതിനുവേണ്ടിയുള്ള ശ്രമം BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉദയകുമാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ബജറ്റിൽ ന്യൂക്ലിയർ പ്ലാന്റിന് വേണ്ടിയുള്ള, ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടിയുള്ള ഒരു അലോക്കേഷൻ ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു മെൻഷനിങ്ങും ആ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. ഇത് ഒരു പ്രതീക്ഷ തരുന്നുണ്ടോ? അങ്ങനെ തോന്നി ആദ്യം. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ സൗത്ത് ഏഷ്യൻ ചീഫ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിലീസ് ചെയ്തിരുന്നു. അതായത് മോഡി ഗവൺമെൻറ് അടുത്ത 2 വർഷം ഈ ന്യൂക്ലിയർ ഇഷ്യൂ ബാക്ക് ബേണറിൽ ഇടാൻ പോവുകയാണ്.
സോളാർ അതുപോലെ വിൻഡ് എനർജി പ്രോജക്ട്സിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളത് വെൽക്കം ചെയ്തു. ഇതൊരു നല്ല സ്റ്റാൻഡാണ്. പുള്ളി ഗുജറാത്തിൽ ചെയ്തതുപോലെ, നരേന്ദ്രമോദി ഗുജറാത്തിൽ ചെയ്തതുപോലെ ഇന്ത്യ മുഴുവനും സോളാർ പ്രോജക്റ്റും വിൻഡ് പ്രോജക്റ്റും കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ അത് നന്നായിട്ടിരിക്കുമെന്ന് ഞങ്ങളും അത് വെൽക്കം ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിയുടെ ജാപ്പനീസ് വിസിറ്റും അമേരിക്കയ്ക്ക് പോകുന്ന ആ പ്ലാനും അമേരിക്കൻ ലീഡേഴ്സ് ജോൺ കെറി, ജോൺ മെക്കെയിനൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചത്, ഇതൊക്കെ നോക്കുമ്പോൾ അത്ര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടില്ല. അപ്പോൾ അവരുടെ സ്റ്റാൻഡ് എന്നൊന്ന് വളരെ ക്ലിയറായിട്ട് ഇതുവരെ പുറത്ത് പറഞ്ഞില്ല. നരേന്ദ്രമോദിയാണ് നമ്മുടെ ന്യൂക്ലിയർ എനർജി മിനിസ്റ്റർ, അറ്റോമിക് എനർജി മിനിസ്റ്റർ പുള്ളിയാണ്. അപ്പോൾ പുള്ളി ഇതുവരെ അത് പറ്റി മിണ്ടിയില്ല. ബഡ്ജറ്റിൽ അലൊക്കേഷൻ ഇല്ല എന്നുള്ളത് ശരിയാണ്. ബഡ്ജറ്റിൽ അതുപോലെ സോളാർ പവർ പ്രോജക്റ്റിന് വേണ്ടി 500 കോടി രൂപ അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സ് ആണ്. പക്ഷേ മോഡി ഗവൺമെൻറ്റും ഒരു വലിയ പ്രഷറിലായിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ ഇൻ്റർനാഷണൽ ഗ്ലോബൽ ന്യൂക്ലിയർ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ പ്രഷർ പുള്ളിക്ക് ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടായിരിക്കും ഈ ജാപ്പനീസ് വിസിറ്റ്, അമേരിക്കൻ വിസിറ്റ്, അമേരിക്കയെ സന്തോഷപ്പെടുത്താനുള്ള ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. 2.5 വർഷമായി നിങ്ങൾ സമരരംഗത്ത് ആയിട്ട് ഇതുവരെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധയിൽ എത്താനോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും പിന്തുണ ഉറപ്പാക്കാനോ എന്തുകൊണ്ടാണ് ഈ ജനകീയ സമരത്തിന് കഴിയാതെ പോയത്? CPMൻ്റെ കാര്യം, CPI, DMK, ADMK, കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ആരുടെയും തന്നെ പിന്തുണ നേടിയെടുക്കാൻ നിങ്ങളുടെ സമരത്തിന് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ബോധപൂർവം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ പോയതുകൊണ്ടാണോ അത്? അതോ നിങ്ങളുടെ ഒരു കോസ് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടോ? അല്ല, മിക്കവാറുമുള്ള പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് നോക്കുന്നു. ഈ ആണവ നിലയത്തിനെതിരായിട്ട്, അറ്റോമിക് എനർജിക്കെതിരായിട്ട് സംസാരിച്ചാൽ നമ്മുടെ വെരി നാഷണലിസ്റ്റിക് ക്രെഡൻഷ്യൽസ് തന്നെ ക്വസ്റ്റ്യനബിൾ ആവുമോ എന്നുള്ള പേടി ഉണ്ടാവാം. മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട്, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇവരെല്ലാവർക്കും അത് പറ്റിയുള്ള ഒരു പേടിയും ഉണ്ടാവും. വലുതായിട്ടുള്ള ഈ വലിയ പൊളിറ്റിക്കൽ പാർട്ടീസ്, കോൺഗ്രസ്, BJP, തമിഴ്നാട്ടിൽ DMK, ADMK, ഇവരൊക്കെ അത്ര സപ്പോർട്ടൊന്നും നൽകിയിട്ടില്ലായിരുന്നു. ശരിയാണ്. ഞങ്ങളും ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. ഇവരൊക്കെ നമുക്ക് എതിരായിട്ടുള്ളവരാണ്, ഇവരുടെ അടുത്ത് സംസാരിച്ച് വലുതായിട്ടൊന്നും സാധിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ആ സ്റ്റാൻഡ് മാറ്റുകയാണ്. കാരണം ADMK പാർട്ടിയോട് സംസാരിക്കാതെ പറ്റത്തില്ല. കാരണം തമിഴ്നാട്ടിൽ അവരാണ് പവറിലിരിക്കുന്നത്. അതുപോലെ BJP. ഇപ്പോൾ കോൺഗ്രസ് അപ്പോസിഷൻ പാർട്ടി ആയിരിക്കുന്നത് കൊണ്ട് അവരെയും കാണണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ ഹരിപ്പൂർ ന്യൂക്ലിയർ പാർക്ക് വേണ്ട എന്ന് വയ്ക്കാനുള്ള തീരുമാനം മമതാ ബാനർജി എടുത്തത് ജയലളിതയെ കണ്ടപ്പോൾ ഉദയകുമാർ ബോധ്യപ്പെടുത്തിയതല്ലേ? അപ്പോൾ ജയലളിത ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ പദ്ധതി വേണ്ട എന്ന ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കഴിയേണ്ടതല്ലേ? അന്ന് ജയലളിത പറഞ്ഞതായി ഞാൻ വായിച്ചത്, ഇത് ഓൾറെഡി കമ്മീഷൻ ചെയ്തു പോയി, ഇത് അവസാന ഘട്ടത്തിലെത്തിപ്പോയി, ഹരിപ്പൂറിൻ്റെ കാര്യത്തിൽ അവിടെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചുവെന്നാണ്. 3ഉം 4ഉം യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയുള്ള സമ്മതം നമ്മൾ നൽകിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ AIADMK പൊളിറ്റിക്കലായിട്ട് ഇതിൽ ഇൻ്റർവ്യൂൻ ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണത്? ഞങ്ങളിപ്പോൾ ചീഫ് മിനിസ്റ്ററെ കാണാനും അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററെ കാണാൻ പറ്റില്ലെങ്കിൽ അവരുടെ പാർട്ടിയിലുള്ള ടോപ്പ് ലീഡേഴ്സെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ വിഷയം ഞങ്ങൾ ആൾറെഡി ഒരു കത്ത് എഴുതി ചീഫ് മിനിസ്റ്ററേക്ക്. അതായത് ആ സമയം 2011 നമ്മൾ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഏർലി സ്റ്റേജസിലായതുകൊണ്ട് അവർ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് കംപ്ലീറ്റഡ് സ്റ്റേജിലായിരിക്കുന്നു. അപ്പോൾ ഈ 3ഉം 4ഉം ഏർലി സ്റ്റേജസിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കണം. അത് നമ്മൾ കത്ത് എഴുതിയിട്ടുണ്ട്. അവരെ കാണാനുള്ള ശ്രമത്തിലാണ്. അവർ കാണുമ്പോൾ ഇതുപറ്റി ചോദിക്കും. തമിഴ്നാട്ടിൽ ഒരു നല്ല ഡെവലപ്മെൻറ്റ്, CPMയുടെ തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിരിക്കുന്നു 3ഉം 4ഉം വേണ്ടെന്ന്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച DMKയുടെ രാജ്യസഭ പാർട്ടി ലീഡർ കനിമൊഴിയെ കണ്ടു. ഇങ്ങനെ ഈ വിഷയം 3ഉം 4ഉം വേണ്ടെന്ന് ഒരു സ്റ്റാൻഡ് എടുക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ലീഡേഴ്സെയും കണ്ട് സംസാരിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിരിക്കുന്നത്.